ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആറ്റോ ശരിക്കും കണിമംഗലത്തിന് വേണ്ടി ഞാൻ എന്റെ ജീവൻ തന്നെ വിടിയ. അതിലും കൂടുതൽ ഉറപ്പൊന്നും എനിക്ക് തരാൻ പറ്റില്ല. അതിൽ കൂടി ഒരു വലിപ്പവും രാധികയ്ക്കില്ല അമ്മ. അച്ഛനും അമ്മയും ദാനം തന്നൊരു ജീവൻ അത് ചേച്ചിയുടെ കയ്യിലുണ്ട്. അത് അച്ഛനമ്മമാർക്ക് വേണ്ടിയോ നിനക്ക് വേണ്ടിയോ കളയാൻ ചേച്ചി തയ്യാറാ. മോളെ, ജീവിതത്തിനെ കുറിച്ച് നമുക്കൊക്കെ കുറെ കണക്കൂട്ടലുകളുണ്ട്. അതൊക്കെ നിറം കൂടിയ കണക്കൂട്ടലുകളായിരിക്കും. പക്ഷെ ശരിക്കുള്ള ജീവിതം അങ്ങനൊന്നും ഇല്ല. നിറം കുറവാ, വേദന കൂടുതലാ. ചില നേരത്തെ ജീവിതം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ കുത്തി കുത്തി രസിക്കും. നമ്മളെ കൊണ്ടൊരു തുരുത്തിൽ നിർത്തിയിട്ട് ഒറ്റപ്പെടുത്തി കളയും. അവിടെയൊക്കെ മറികടക്കണം. അവിടെ ചിലര് നേടും, ചിലർക്ക് നഷ്ടങ്ങളുണ്ടാവും. നേടുന്നവര് ഭാഗ്യവാന്മാര്, നഷ്ടപ്പെടുന്നവര് വിധിയെ പഴിച്ച് അങ്ങനെ അങ്ങ് പോവും. അമ്മ വിളിക്കുന്നുണ്ട്, ഞാനൊന്ന് പോയിട്ട് വരാം. നീ കരയരുത് കേട്ടോ. സമാധാനിപ്പിക്കായിരുന്നു. ഞാൻ കേട്ടു. നീ വളരെ ഭംഗിയായിട്ട് സംസാരിച്ചു. ഒരാളുടെ നേട്ടം മറ്റൊരാളുടെ നഷ്ടമാണെന്ന് നീ പറഞ്ഞതും ഞാൻ കേട്ടു. നീ എന്തോ വലിയ ത്യാഗം ചെയ്യുന്ന പോലെയാണല്ലോ പറയുന്നത്. അനുജത്തിയുടെ ഭർത്താവിനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുക, എന്നിട്ട് വിട്ടുകൊടുക്കേണ്ടി വരുമ്പോ നിന്റെ വേദനയെക്കുറിച്ച് സംസാരിക്കുക. എന്തിനാടി ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നേ? ഞാനിനി എന്താ ചെയ്യേണ്ടത്? വരുണിന്റെ മനസ്സിൽ നിന്നോടെന്തോ താല്പര്യമുണ്ട്. അത് പൂർണ്ണമായും ഇല്ലാതാക്കണം. അതിനുള്ള കാര്യങ്ങൾ നീ ഓരോന്നോരോന്നായി ചെയ്തുകൊണ്ടിരിക്കണം. ഞാനത് നോക്കിക്കൊള്ളാമേ. ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. അപ്പൊ പിന്നെ എളുപ്പമായല്ലോ. അവിടെ ഇരുന്ന് നീ കരയുന്ന മാത്രം മനസ്സിൽ ആലോചിച്ചാൽ അവൻ പിന്നെ ഒട്ടും വിട്ടുപിരിയില്ല അല്ലേ? ഞാൻ എന്റെ ജീവൻ എടുക്കണോ? വേണമെങ്കിൽ അതും ചെയ്യാം. എനിക്ക് ആരുടെയും ജീവനൊന്നും ആവശ്യമില്ല. പക്ഷേ എനിക്ക് എന്റെ മകനെയും അവന്റെ ജീവിതവും ആവശ്യം. നിന്റെ അനുജത്തിക്ക് അത് കൊടുക്കാനാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെ നന്മയാണോ വരുൺ നിന്നിൽ കണ്ടത്, അതൊക്കെ തെറ്റായിരുന്നു എന്ന് അവന് തോന്നണം. അവൻ നിന്നിൽ കണ്ട നല്ല ഗുണങ്ങളൊക്കെ അവനെ സ്വാധീനിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി നീ ചെയ്തുണ്ടാക്കിയതായിട്ട് അവന് തോന്നണം. അങ്ങനെ പെരുമാറാനാ ഞാൻ പറഞ്ഞത്. നിന്നെ എടുത്തു വളർത്തിയ അച്ഛനും അമ്മയും മരിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ നീ തയ്യാറാണെന്ന് പറഞ്ഞില്ലേ? ആറ്റുവാശ്ശേരി പോലെ തന്നെയാ കണിമംഗലവും. ഇവിടെ ഒരു കൂട്ടമരണം നടക്കാൻ പാടില്ല. നെഞ്ചു പൊട്ടി ആളുകൾ വീണു പോകാനും പാടില്ല. എന്ത് വേണമെന്ന് നീ തീരുമാനിച്ചോ? അമ്മ പറഞ്ഞതുപോലെ ഞാൻ എല്ലാം ചെയ്യാം. എന്നെ കൊണ്ടാവുന്ന പോലെ ഒക്കെ ഞാൻ ചെയ്യാം. എന്നിട്ട് ഞാൻ തോറ്റുപോയ ആറ്റോ ശരിക്കും കണിമംഗലത്തിന് വേണ്ടി ഞാൻ എന്റെ ജീവൻ തന്നെ വിടിയ. അതിലും കൂടുതൽ ഉറപ്പൊന്നും എനിക്ക് തരാൻ പറ്റില്ല. അതിൽ കൂടി ഒരു വലിപ്പവും രാധികയ്ക്കില്ല അമ്മ.
ഇത്രയും ഷാർപ്പായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല ചെറിയമ്മേ. ഇനിയിപ്പോ രാധിക ജീവൻ വെടിയൊന്ന് പറഞ്ഞാ പോലും അമ്മയുടെ മനസ്സലിയില്ല. കൽപ്പനെ, കാത്തിരുന്ന് നമുക്ക് വീണ് കിട്ടിയ കാര്യമായത്. ഇത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുമെന്നതനുസരിച്ചിരിക്കും കണിമംഗലം നമ്മുടെ കയ്യിലെത്തുന്നത്. ചെറിയമ്മ നോക്കിക്കോ, ഇതുവരെ പറ്റിയ അബദ്ധം നമുക്കിനി പറ്റില്ല. കാരണം ഇത് മനസ്സും തമ്മിലുള്ള യുദ്ധ. വേണ്ട എരിവും പുളിയും തീപ്പൊരിയും നമ്മൾ അങ്ങ് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ഇത് എല്ലാവരുടെയും നെഞ്ച് കത്തിച്ചോളും. എന്തായാലും നന്നായി. ഹോ, ആദർശത്തിന്റെ പേര് പറയുന്ന കണിമംഗലത്തുകാർക്ക് നെറുകയിൽ കിട്ടിയ അടിയാ രാധിക. ഇതൊക്കെ അറിഞ്ഞിട്ടും പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കാതിരിക്കുന്നത് അമ്മയാ. വരുണിനും രാധികയ്ക്കും അമ്മ തന്നെയാ തണല്. ആ തണൽ മരവും വെട്ടിക്കളയാൻ സമയമായിട്ടുണ്ട്. അധികം താമസിയാതെ അതും സംഭവിക്കും. അച്ഛൻ മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി പറയും അടങ്ങി ഒതുങ്ങിയിരിക്കാൻ. അങ്ങനൊരു വാക്ക് അച്ഛന്റെ നാവീന്ന് വന്ന ഇപ്പൊ നമ്മളെക്കാൾ ഉന്മേഷത്തോടെ ഓടിച്ചാടി നടക്കുന്ന മുത്തശ്ശി ഇരിപ്പാവും. ആ പിന്നെ കിടപ്പുമാവും. പ്രിയങ്കേ, രാധിക അവളുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിരിക്ക. പാടി ഉറക്കാനായിരിക്കും അല്ലേ? എന്റെ കൃഷ്ണ, എന്തിനാ ഈ നരകയാതന എനിക്ക് തരുന്നത്? എനിക്ക് എങ്ങനെ വരുണ്ണ വെറുക്കാൻ പറ്റുക?